അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രില്ലിൽ ബിഗ് ഫ്രാങ്ക്ലിൻ ഗയത്തിനുണ്ട്. അപ്പൊ സൈറനെറ്റും ഗയത്തിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ സൈറനെറ്റും ഫ്രാങ്ക്ലിൻ ഗയത്തിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നല്ല പണിക്കും കാര്യത്തിന് പോകണം. അപ്പൊ വീട്ടിൽ നിന്നൊന്നും ഫുഡും കാര്യത്തിന് കഴിക്കാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കാര്യത്തിന് ഫുഡ് കഴിക്കാൻ പോണ വൈക്കില്ല. അപ്പൊ എന്തായാലും പണി നല്ല ലോങ് പണിയും കാര്യത്തിന് രാത്രി വരെ പണിയും കാര്യത്തിനുണ്ടായിരുന്നു. നോട്ടോടാനൊന്നും പറ്റൂല. അപ്പൊ ഇവിടെ ഒരു കോഫി ഷോപ്പും കാര്യത്തിന് അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ആയിട്ട് കോഫി ഷോപ്പും കാര്യത്തിനല്ലേ. പക്ഷെ ഇതാണ് കോഫി ഷോപ്പും കാര്യത്തിന്. ഇതിന്റെ ഉള്ളിൽ ആരും ഇല്ലാത്ത തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഇറങ്ങിയാണ്ട് വന്നിങ്ങനെ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ആളും കാണില്ല. അപ്പൊ ആളും ഉണ്ടാവേണ്ടിയതാണ്. അപ്പൊ എന്തായാലും കുറച്ചു നമുക്ക് വെയിറ്റ് ചെയ്തുക. പക്ഷെ നമ്മളെ അടുത്തുള്ള ഒരു പെട്ടിയും കാര്യത്തിന് ഒരു ടൂളും കാര്യത്തിന് ഒരു ആവശ്യമുള്ള ടൂളും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് എന്തായാലും വരുന്നൊന്ന് നോക്കി കാര്യം. പക്ഷെ ഇവിടെ ആരും വരുന്നൊന്നുമില്ല. പക്ഷെ ഒരാൾ ഫുഡ് കഴിക്കാൻ പിന്നെയും വന്നിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്തേക്കാം. ഇതിന്റെ ഉള്ളിൽ എന്താ സ്മെല്ലും കഴിക്കുന്നുണ്ട്. എന്താ സംഭവം ഒന്നും യാതൊരു കുറെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ യാതൊരു നമുക്ക് നേരെ കുറച്ചേരം വെയിറ്റ് ചെയ്തേക്കാം. പക്ഷേ കുറച്ചേരം വെയിറ്റ് ചെയ്യുന്ന സംഭവം ഒന്നും വന്നിട്ടില്ല ഗൈസ്. അപ്പൊ എന്തൊക്കെ സംഭവം ഗൈസ്, എന്തായാലും പൊട്ടി കയറ്റം ചെയ്ത് ഗൈസ്. അവിടെ എന്താ സ്ഫോടനം കയറ്റം നടന്നു തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും തീന്റെ മണം കയറ്റുന്നത് എന്തായാലും നമുക്ക് ഈ പെട്ടി കയറ്റിട്ട് വിട്ടാൽ പെട്ടെന്ന് മണ്ട ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി കയറ്റത്തിന് പെട്ടെന്ന് മണ്ട ഗൈസ്. എന്തായാലും പെട്ടി കയറ്റിന് വണ്ടി കഴിച്ചിട്ട് നമുക്ക് നേരെ പണിക്കും കയറ്റാൻ പോകാം. ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പണിക്കും കയറ്റാൻ പോകാന്ന് വിചാരിച്ചിട്ട് വന്നില്ല. പക്ഷെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ഇപ്പൊ നേരെ പണിക്കും കയറ്റാൻ പോകാം. എന്തായാലും ഇപ്പൊ നേരെ പണിക്ക് പോയാൽ പറ്റുള്ളൂ. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വെച്ചിട്ട് പണിക്ക് പോകാതെക്കാനും പറ്റില്ല. അപ്പൊ എന്തായാലും നേരെ പണിക്കും കയറ്റാൻ നേരെ എന്തായാലും ഇവിടെ കുറച്ച് ലോങ് കയറ്റാൻ പണിക്ക് പക്ഷേ പണിക്കുള്ള സ്ഥലത്തും കയറ്റാൻ എത്തില്ല. അപ്പൊ ഇന്ന് കുറച്ച് ലോങ് ഉണ്ട് പണി കയറ്റാൻ നൈറ്റും കയറ്റാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും അതുവരെ നമുക്ക് ഫുഡ് കഴിക്കാതെ പോകാനും പറ്റില്ല. അതായത് നമ്മൾ ഫുഡും കയറ്റാൻ കഴിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെയാണ് പുറത്തുനിന്ന് കയറ്റാൻ ഫുഡ് കഴിക്കില്ല. അപ്പൊ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നൈറ്റ് വരെ പണി ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ടൂളും കയറ്റാൻ ബോക്സിൽ നിന്ന് എടുത്താൽ കുറച്ച് പണിയും കയറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും ടൂളും കയറ്റാൻ അനുഭവം ഇതിൽ നിന്ന് നമ്മൾ കൊടുന്ന ബോക്സും കയറ്റാനല്ല തോന്നുന്നത്. ഇതിൽ കുറെ പൈസ കയറ്റാനാണല്ലോ. ഇതെന്താ സംഭവം യാതൊരില്ല. നമ്മളെ കൊടുന്ന ബോക്സ് എന്തെങ്കിലും മാറിപ്പോയിക്കിടെ യാതൊരില്ല. നമ്മള് അടുത്തേക്ക് ഒരാൾ ഇങ്ങോട്ട് ഇതേപോലത്തെ ബോക്സിൽ വന്നിന്. അപ്പൊ എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മളെ പണി കയറ്റാൻ ഏകദേശം കഴിഞ്ഞു. നമ്മൾ നൈറ്റ് വരെ പണി കഴിഞ്ഞിന്. അപ്പൊ അവിടെ കമ്പ്യൂട്ടറിൽ ഇവിടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ സൈഡിലും കയറ്റാൻ കമ്പ്യൂട്ടർ. അപ്പൊ എന്തായാലും നേരെ പുറത്തേക്ക് ഇറങ്ങിന്. പക്ഷെ അതിന്റെ മുകളിൽ പണി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ആ പെട്ടിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വരെ പോകേണ്ടി വരും. അപ്പൊ നമ്മൾ നേരെ പുറത്ത് കയറിയാണ്. ആ വണ്ടി കയറിയാണ്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി വണ്ടിയിൽ കയറ്റുന്ന പെട്ടി കയറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പെട്ടി കയറ്റിനെ മാറിയത് അതേപോലെ പൈസ കാര്യത്തിന് കിട്ടി നമുക്ക് പരാതി കയറ്റിനെ കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ അങ്ങനെ പോകണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ എത്താനേക്കണേ. പക്ഷെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ സാർമാരുണ്ടെന്ന് യാതൊരു കുറെ നേരം കഴിക്കണം. അപ്പൊ നമ്മളെ പണി കുറെ നേരം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നേരം വൈകിയത്. എന്തായാലും കുഴപ്പമില്ല. ഓട്ടോ ഓടാനൊന്നും പോയിട്ടില്ല. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കയറ്റത്തിന് പക്ഷെ ഇവിടെ ആരും കാണില്ല തോന്നുന്നത്. വണ്ടി കയറ്റിനെ നിർത്തിയാണ് പോയി നോക്കുക. പക്ഷെ അതിനെ പെട്ടി കയറ്റാൻ എടുത്ത് വരുമ്പോ ഇവിടെ സാർമാരൊന്നും കാണില്ല. എന്താ യാതൊരു അല്ല. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ടൊന്നും കളില്ല. അപ്പൊ മോൾക്ക് പോയി നോക്കുക. പക്ഷെ മുകളിലും കയത്തിന് ആരെയും ഉണ്ടായാൽ മതി. പക്ഷെ മുകളിലും കയത്തിന് ആരില്ല. അപ്പൊ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം. താഴത്തിന് ആരും വന്നിങ്ങനെ അതില്ല. നമുക്ക് നേരെ താഴത്തേക്ക് കയത്തിന് ഇറങ്ങിയത് പക്ഷെ കാലും കയറ്റുന്ന ഇതില് ഫ്രാങ്കിലെ വീടും ഫ്രാങ്കിലിന്റെ ബോക്സും കയത്തിന് മാറി എടുത്തോണ്ടിരിക്കുക. പൈസ കണ്ടാത്തിന്റെ ഇത് നായും കയത്തിന് വരും. നമുക്ക് എന്തായാലും മണ്ടപടി നിൽക്കുക സേഫ് അല്ല. ഓ ഗൈസ്, അപ്പൊ നായും കയത്തിന് ഓടിച്ചാൽ നമ്മളെ പോലീസ് സ്റ്റേഷനും കയത്തിന് കൊണ്ടെത്തിച്ച് ഗൈസ് നായി കയത്തിന് തിരിച്ചത് പൊണ്ണി എന്താ ചെയ്യുന്ന കാര്യം നമുക്ക് എന്തായാലും നീച്ചാണ് പോലീസ് സ്റ്റേഷനും കയത്തിനൊക്കെ. അങ്ങനെ വീടുകാടും കാര്യം നീച്ച് കഴിച്ച് ഇവിടെ എന്താ ഒച്ചും കാര്യത്തിനും കേൾക്കാൻ എന്തായാലും നീച്ചുകാട് നോക്കാം. എന്താ കജ്ജും കാലൊക്കെ എന്താ വേദന ഉണ്ടാകുന്ന കഴിച്ച് നോക്കാം. കഴിച്ച് ഇവിടെ പോലീസുകാരും കാര്യത്തിനും കഴിച്ച് നമ്മുടെ കൈയും കാര്യത്തിനും കൊട്ടുണ്ട്. എന്താ സാറെ പറ്റി? എടാ എന്താ പറ്റിയെന്ന് അറിയിച്ചാണ്ട് കള്ളനും കയറ്റിനെ കള്ളനാ? എങ്ങനെ സാറേ ഒന്നും അറിയില്ല. എടാ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ബാഗിൽ കഴിച്ച് ഇത് നമ്മളെ പൈസ കാര്യം നമ്മളെ പെട്ടിയെടുത്തോണ്ട് സാറേ. ഇതെങ്ങനെ സാറേ? അത് അതിന്റെ പൈസ കയറ്റിനെ കൊടുത്തു സാറ്. ഇതിന്റെ പൈസ സാറ് ഇത് ഇങ്ങനെ കൊടുന്നേ ഇതെന്തായാലും അതിന് കളനും കയറ്റിന് അത് ബിഗ് വലിയൊരു കളനും കയറ്റിനാണ്. അപ്പൊ എനിക്ക് കള്ളനെ പിടിച്ചോണ്ട് പ്രൊമോഷൻ കയത്തിന് കിട്ടിയത്. പ്രൊമോഷൻ എനിക്ക് എന്ത് ജോലിയും കയത്തിന് എടുക്കാൻ പറ്റണേ. സാറ് നിങ്ങൾക്ക് പോലീസ് ആവാൻ പറ്റുമോ? എനിക്ക് പോലീസ് കയറ്റിനാവാൻ പറ്റും. പക്ഷെ കണ്ടീഷനും പണി കയത്തിന് കൊടുക്കുക. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരു ഡ്യൂട്ടിയും കയത്തിന് തെളിച്ച് എന്തായാലും അത് ഏറ്റെടുക്കുക. ഒരു മെഷീൻ കയത്തിന് കണ്ടെത്തി തെളിച്ച് എന്തായാലും ഇപ്പൊ പോയിക്കോ. ഞാനൊക്കെ ഫോണിക്ക് മെസ്സേജും കയത്തിന് അയക്കാം. അത് കണ്ടെത്തിയാൽ മതി. അത്രയും പോലീസ് കയത്തിന് അയക്കണം. അപ്പൊ നമുക്ക് പോലീസ് ഡ്രസ്സും കയത്തിന് അപ്പം തരണ്ടേ. പക്ഷെ നമുക്ക് ഒരു പണിയും കയത്തിന് ചെയ്ത് നമ്മൾ ഫോണിക്ക് മെസ്സേജ് വരാൻ ഫോൺ എടുത്തൊക്കെ ബന്ധങ്ങൾ അറിയില്ല. അപ്പൊ അതൊരു സേഫ് മെഷീനും കയറ്റിനാണ്. അപ്പൊ ഇതിൽ കയറുന്ന നമ്മൾ ബിഗും കയറ്റിനാവുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് മെഷീനും കയറ്റിന് എടുത്ത് മാറ്റിക്കൊണ്ടിരാം. അപ്പൊ കഴിച്ചാൽ എന്തായാലും നമുക്ക് ലൊക്കേഷൻ കയറ്റിന് കിട്ടി. അപ്പൊ എന്തായാലും ഈ കാറിൽ കയറിയാണ് ലൊക്കേഷനിക്ക് പോവാം. പക്ഷേ ഈ കാറിൽ കയറിയാണ് പോയി നോക്കി എന്താ സംഭവം എന്ന് അറിയില്ല. കുറച്ച് പണിയും കയറ്റിന്. അപ്പൊ ഇതിൽ കാറും കയറ്റിന് ഇവിടെ നിർത്താൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ആ ലൊക്കേഷനിൽ പോയിട്ട് മെഷീൻ കയറ്റിന് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന നമുക്ക് അതിന് പറയാതെ കൊടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന. അപ്പൊ എന്തായാലും നമുക്ക് ലൊക്കേഷനിൽ കയറ്റിന് അപ്പൊ ഒരു ചലഞ്ച് കയറ്റിന് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ചലഞ്ച് ചെയ്ത് പോയേ പറ്റുള്ളൂ. കഴിച്ചാൽ ചലഞ്ച് കയറ്റിന് സ്റ്റാർട്ട് ചെയ്ത്
ചെയ്തിരിക്കണം. അപ്പൊ എന്തെങ്കിലും ചലഞ്ച് കണ്ണീരിന്റെ മോൾക്ക് കാര്യത്തിന് ചെയ്തിരിക്കണേ. അപ്പൊ ഇവിടുന്ന് കുറച്ച് ലോങ് കാര്യത്തിന് പോകാൻ വേണ്ടി ഇപ്പൊ സുഖമായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ യാതൊരു ഇവിടുന്ന് പോണും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് കുഴപ്പമില്ലാതെ പോയും ചെയ്തിരിക്കണേ. അപ്പൊ എന്താ യാതൊരു സംഭവിക്കൽ യാതൊരൊന്നും ഇല്ല. അപ്പൊ നമ്മള് കണ്ണീരിന്റെ മോൾ കൂടെ ഒക്കെ ഇങ്ങനെ കയറിയായിട്ട് റാമ്പ് കാര്യത്തിന് ചാടിയാണ് പോകുന്നുണ്ട്. അപ്പൊ ഇനി എന്താ സംഭവിക്കുന്നത്? അപ്പൊ കുറച്ച് ആ ബിൽഡിംഗ് ആണ്, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിന് ആ മെഷീനും കാര്യത്തിനുണ്ട്. അപ്പൊ മെഷീൻ അടിച്ചു മാറ്റി നമുക്ക് നേരെ പോലീസിനെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് നേരെ ഔട്ട് പോയാൽ അതും കാര്യത്തിന് അടിച്ചു മാറ്റി പോലീസിന് കാര്യത്തിന് കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസിന് പൈസയും കാര്യത്തിന് അടിച്ചു മാറ്റി കൊടുത്തപ്പോ നമുക്ക് കിട്ടി. നമ്മളെ അറിയാതെ പോലീസിന് കള്ളനും കാര്യത്തിന് പിടിച്ചു കൊടുത്താലേ നമ്മളവിടെ പോയി വീണ് ആളോ ഉറങ്ങി പോയി ബോധം പോയതാണ്. ചിലപ്പോൾ ഉറങ്ങിയതൊന്നല്ല, ബോധം പോയി രാവിലെ നീച്ചപ്പോഴും സംഭവം കാര്യത്തിന് അറിഞ്ഞത്. അപ്പൊ എന്താ നമ്മൾ യാതൊരു കള്ളനും കാര്യത്തിന് എങ്ങനെ എത്തിയും കൂടെ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് നേരെ ബൾക്ക് റൂട്ട് ഉണ്ട്, നമ്മൾ നേരെ പോയാണ് ചുറ്റി വളയില്ല. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ എളുപ്പത്തിൽ ദിക്കുവാണ്ട് പോവാം. പക്ഷേ റാമ്പും കാര്യത്തിന് കണ്ണീരിന്റെ മുകളിൽ കാര്യത്തിന് ചെയ്യും. അപ്പൊ നമുക്ക് നേരെ പോകാൻ പറ്റും. ഇവിടെ ഗ്യാപ്പും കാര്യത്തിനൊന്നും കാണില്ല. എന്തായാലും ബെല്ലും കാര്യത്തിനാണ് പോണത്. എന്താ സംഭവം യാതൊരു അറിയില്ല. അപ്പൊ എന്തായാലും ബെല്ലും കാര്യത്തിന് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ണീരും കാര്യത്തിന് കഴിഞ്ഞ് തോന്നി. അപ്പൊ ഏകദേശം ബിൽഡിംഗ് കാര്യത്തിന് എത്താനൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ എന്താ യാതൊരു അറിയില്ല. ഈ റാമ്പും കാര്യത്തിന് ഏകദേശം റാമ്പും കാര്യത്തിന് കയറി. അപ്പൊ അതാ സൈഡിൽ കാണാൻ ബിൽഡിംഗ് കാര്യത്തിന് ഇവിടുന്ന് ചാടിയിരുന്നത് മാണ്ട ചാടി അത് കീപ്പായിട്ട് കാണാൻ പിന്നെ നമുക്ക് കളിച്ചാൻ പറ്റില്ല. പക്ഷേ സൈഡിൽ കാണാൻ ബിൽഡിങ്ങിന്റെ അവിടും കാര്യത്തിന് മെഷീനും കാര്യത്തിനുള്ള അപ്പൊ എന്തെങ്കിലും കറങ്ങി പോകാനേ പറ്റുള്ളൂ. അപ്പൊ അതിൽ നമുക്ക് കറങ്ങി കാര്യത്തിന് പോകാൻ പറ്റും. വെറുതെ റിസ്ക് എടുത്താണ് വീക്കാൻ നിൽക്കേണ്ടത്. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കറങ്ങി എത്തല്ലോ. അപ്പൊ എന്തെങ്കിലും കുറച്ചേരം ലോങ് ഉണ്ടാവുന്നില്ലല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും നമ്മൾ കറങ്ങി പോകണ്ട. അപ്പൊ എന്തെങ്കിലും അവിടെ പെട്ടെന്ന് എത്തി കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് പോലീസിനെ കൊണ്ടുപോയി കൊടുത്തു. നമ്മുടെ ഡ്യൂട്ടി കാര്യത്തിന് കഴിഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് നേരെ എന്തായാലും നമുക്ക് നേരെ പിറ്റേന്നും കാര്യത്തിന് സംഭവം കാര്യത്തിന് ആയത്. അപ്പൊ എന്തായാലും അവിടെ കുറെ നിന്നാണ് ഉറങ്ങി നീച്ചപ്പോ തന്നെ പിറ്റേന്നും കാര്യത്തിനേക്ക് നമ്മളെ സംഭവം ഒന്നും യാതൊരു അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മളെ പാർട്ട്ണർ ബിൽഡിങ്ങിനും കാര്യത്തിന് എത്താനേക്ക്. അപ്പൊ ഇതാണ് സംഭവം ബിൽഡിംഗ് കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും ലൊക്കേഷൻ കാര്യത്തിന് എത്തിനെ. അപ്പൊ ഈ വളവ് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ നിന്ന് മെഷീനും കാര്യത്തിന് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ നോക്കിയൊക്കെ വണ്ടി കാര്യത്തിന് നിർത്തിക്കണ്ട് പക്ഷേ മെഷീനും കാര്യത്തിന് ഞാൻ നോട്ട് ചെയ്ത്. അപ്പൊ ഇതാണ് മെഷീനും കാര്യത്തിന്. അപ്പൊ ഇതാവള് ട്രക്കും കാര്യത്തിന് അടിയില്. അപ്പൊ ട്രക്കിൽ ആക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് താഴത്ത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യത്തിന് താഴത്ത് കൊണ്ടുവരെ ട്രക്കിൽ ആ കാര്യത്തെ ആക്കി കഴിച്ചില്ല. അപ്പൊ ഞാൻ ട്രക്കിലും കാര്യത്തിന് ആക്കി നമുക്ക് നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ട്രക്കിൽ പോകണം. അപ്പൊ എന്തെങ്കിലും ബേക്കിലും കാര്യത്തിന് വെച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിനും. അപ്പൊ കുറച്ച് ലോങ് പോയത് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പോകാൻ കുറച്ച് ടാസ്ക് കാര്യത്തിന് എന്താ എടുക്കാനും കാര്യത്തിന് കയറുമ്പോൾ കുറച്ച് ടാസ്ക് അങ്ങനെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ഇറക്കി വെച്ചിന്. ഫ്രണ്ട് ഇവിടെ കുറച്ച് പുറത്ത് കയറ്റി ഇറക്കി പോലീസ് ഡ്രസ്സും കാര്യത്തിന് ആക്കി തരാം. ഞാൻ പുറത്ത് കാര്യത്തിന് ഇറക്കാൻ പറയുന്നത്. അപ്പൊ അതിൽ പുറത്ത് കാര്യത്തിന് ഇറക്കി സെറ്റപ്പ് ചെയ്ത് കാണിച്ചില്ല. അങ്ങനെ നമുക്ക് പോലീസ് യൂണിഫോമും കാര്യത്തിന് കിട്ടിയിരിക്കണം. അപ്പൊ ഫ്രാങ്കിൽ ഇവിടെ കേടി കിടക്കണം. സാറേ ഞാനൊന്നും കെടുത്തില്ല സാർ, നിങ്ങൾ ആരെങ്കിലും കെടുത്തില്ല. ഫ്രാങ്കിൽ ഇജ്ജ് കിടന്നാലേ സേഫ് ആവും. ഓക്കെ സാറേ ഞാൻ കെടുന്ന് നോക്കട്ടെ, ഒന്നും അറിയില്ല. സാർ ഒന്ന് കെടുന്നത് സാറേ. അല്ല ഫ്രാങ്കിളിച്ചെന്നെ കേട്ടോ. ഓക്കെ സാറേ ഞാൻ കെടുന്ന് നോക്കട്ടെ. സംഭവം നിങ്ങൾക്ക് പേടിയായിരുന്നാലും ഞാൻ കെടുന്ന് നോക്കാം. ഓക്കെ സാറേ ഞാൻ കെടുന്നോടെ ഞാൻ കെടുന്നേ. എന്ത് സംഭവം ഒന്നും യാതൊരു നമുക്ക് നല്ല പേടിയും കയറ്റുന്നുണ്ട്. സംഭവിക്കൽ യാതൊരു മെഷീനും കയറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചാൽ നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റും. എന്ത് സംഭവം ഒന്നും അറിയില്ല. സാറേ എന്തൊക്കെയാ പറ്റിന്റെ കൊരം കാര്യത്തിന് സാറേ എന്തൊക്കെയാ പറ്റി കാലും കാലത്തന്നെ വേണ്ട സാറേ. എനിക്ക് നടക്കാനൊന്നും പറ്റില്ല സാറേ. സാറേ കാലൊന്നും മര്യാദക്ക് നിൽക്കാനും കഴിയില്ല സാറേ. എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് സാറേ? ഗ്യാസ് എന്തോ ഒച്ച കാര്യത്തിന് സൈറന്റിനും കാര്യത്തിന് സിറ്റിംഗ് കാര്യത്തിന് സൈറന്റിന് എന്തിന്റെ ആവശ്യത്തിന് സിറ്റിംഗ് കാര്യത്തിന് വന്നെങ്കിൽ യാതില്ല. പക്ഷെ അപ്പൊ എന്തൊക്കെ സംഭവിക്കണം യാതില്ല. പക്ഷെ അപ്പൊ നമുക്ക് എന്താ മാറ്റം കാര്യത്തിന് വരുന്നുണ്ട് തോന്നുന്നു യാതില്ല. പക്ഷെ അതിന് ബിഗ് ഫ്രാങ്ക്ലിൻ കാര്യത്തിന് എന്താ സംഭവിക്കില്ല. പക്ഷെ കാലിനോട് സുഖമില്ല, നടന്ന് പോണെങ്കിൽ കൊഴിഞ്ഞു പോവാ. പക്ഷേ ഈ സൈറന്റിന്റെ കാര്യത്തിന് തോൽപ്പിച്ചാൽ പറ്റുള്ളൂ. നമ്മൾ സൈറന്റെ ഒറ്റ അടിയും കാര്യത്തിന് കൊടുക്കുക. പക്ഷെ മാർഗം തിരിഞ്ഞും കാര്യം അടിയും കാര്യത്തിന് അതിന് കൊടുത്തിന് സൈറയുടെ. പക്ഷെ നമ്മുടെ കാലും കാര്യത്തിന് ഇപ്പൊ സൈഡ് ചെയ്യുന്ന അടിയും കാര്യത്തിന് കൊടുത്തപ്പോൾ അതിന്റെ പവറും കാര്യത്തിന് വന്നില്ല. അപ്പൊ നല്ല അടി കഴിച്ചാലൊക്കെ സൂപ്പർ ആക്കണം. അങ്ങനെ സൈറനെ ഫൈറ്റിംഗ് കാര്യത്തിന് ചെയ്തു. അപ്പൊ സൈറനെ കൊല്ലിങ് കാര്യത്തിനെ പിടിച്ചാണ് സൈറനോട് വന്ന വൈക്കാനാണ് പോയിക്കോട്ടെ. വലിച്ചതും കാര്യം ഇറങ്ങിക്കണം കട്ടി. സാറൊക്കെ ഞാൻ ചെയ്ത കാര്യത്തിന് കഴിഞ്ഞു. ഞാൻ അടുത്ത ഫ്രാങ്ക്ലിൻ കാര്യത്തിന് ആക്കി യൂണിഫോമും കാര്യത്തിന്. എടാ ഫ്രാങ്ക്ലിൻ ആദ്യത്തെ പോലെ ഇതേപോലെ തന്നെ